നമസ്കാരം. ഫുട്ബോൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്ലറ്റിക്കോയും റയലും ബാർസയും കോപ്പ ഡെൽ റേയിൽ ഇറങ്ങുകയാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ബിഗ് മാച്ചിനെ കുറിച്ച് പറയാം. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റയൽ മാഡ്രിഡ്. കോപ്പ ഡെൽ റേയിൽ റൗണ്ട് ഓഫ് 16 ഇന്നാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെട്രോപൊളിറ്റാൻ, അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഹോം ഗ്രൗണ്ടിലാണ് ഈ മാഡ്രിഡ് ഡെർബി നടക്കുക. അവസാന 5 വിസിറ്റിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഹോം ഗ്രൗണ്ടിലുള്ള മെട്രോപൊളിറ്റാനുള്ള ലാസ്റ്റ് 5 മാച്ചസിനും ഒരു വിൻ മാത്രമേ റയൽ മാഡ്രിഡിന് അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി ആ ഒരു കാര്യത്തിൽ അഡ്വാൻറ്റേജ് അത്ലറ്റിക്കോ മാഡ്രിഡിനുണ്ട്. പക്ഷേ നമുക്കറിയാം, നോക്കൗട്ട്സ് റൗണ്ടുകളിലും മറ്റുമൊക്കെ വരുമ്പം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മേലുള്ള റയൽ മാഡ്രിഡിൻ്റെ ആധിപത്യം ലാസ്റ്റ് സീസണിലും റയൽ മാഡ്രിഡ് നമ്മൾ കണ്ടതാണ്. അത്ലറ്റിക്കോനെ അടിച്ച് കോപ്പ ഡെൽ റേയിൽ നിന്ന് വെളിയിൽ കളയുന്നത്. അതുപോലെ തന്നെ സൂപ്പർ കോപ്പ ഡെ എസ്പാനിയ സെമീസിലും 5-3 വളരെ ഈവനായ, വളരെ സൂപ്പർബായ, എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയ മാച്ചായിരുന്നു. റെഗുലർ ടൈമിൽ 3-3, ആഡ് ഓൺ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ വഴങ്ങി കളി തോക്കുകയായിരുന്നു. 5-3 തോക്കുകയായിരുന്നു. ആ മാച്ചിൽ നമ്മൾ കണ്ടതാണ് 2 തവണ ലീഡ് എടുത്തിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് പുറകിൽ പോകുന്നത്. സിമിയോണി ഈ സീസൺ വളരെയധികം ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേയിൽ വരുത്തുന്നുണ്ട്. അദ്ദേഹം വളരെ ഈഗറായിട്ട് ഫ്രണ്ട് ഫുട്ടിൽ കയറി, ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് ചെറിയൊരു ഒച്ചയുണ്ട്, സോറി ഫോർ ദാറ്റ്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫ്രണ്ട് ഫുട്ടിൽ കയറി വളരെ അറ്റാക്കിംഗ് ആയ ഫ്രീ ഫ്ലോയിങ് ഗെയിംസ്, അതായത് അറ്റാക്കിൽ മാക്സിമം ബോഡീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുന്നതാണ്. കുറച്ചുകൂടെയും ഇൻട്രസ്റ്റിംഗ് ആയ, എന്നാ പറയുക, സിമിയോണി അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൾസിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നതിൻ്റെ ഗ്ലിംസസ് ലാസ്റ്റ് 2 സീസണായിട്ട് കാണുന്നുണ്ട്. ഈ സീസണിൽ നമ്മൾ കൂടുതൽ കാണുന്നു. ലാസ്റ്റ് സീസണിൽ ഇതിൻ്റെ ഗ്ലിംസസ് കണ്ടിരുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ലാസ്റ്റ് ഗെയിമിൽ അവരുടെ ഒരു കുഴപ്പമായിട്ട് തോന്നുന്നത്, ഈ സീസൺ പൊതുവെ ലീഡ് എടുത്തതിന് ശേഷം ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. പല അവസരങ്ങളിലും ലീഡിൽ പോയതിന് ശേഷം ഒപ്പോണൻസിന് തിരിച്ചു വരാനായിട്ട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ട്രഡീഷണൽ അത്ലറ്റിക്കോ മാഡ്രിഡ് നേരെ തിരിച്ചാണ്, ഒരു ഗോൾ അടിച്ചാൽ പിന്നെ അവർക്കെതിരെ അടിക്കുക ബുദ്ധിമുട്ടാണ്, അവർ പൂട്ടും. പക്ഷേ ഇപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഈവൻ ലീഡ് എടുത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർ അറ്റാക്കിന് പോകാറുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ പറയുക, ബോഡീസ് കമ്മിറ്റ് ചെയ്യാറുണ്ട് അപ്രണ്ട്. റയൽ മാഡ്രിഡ് നമുക്കറിയാം, പിന്നെ കംബാക്ക് കിങ്സ് വരുന്നു. 2 തവണ പുറകെ പോയെന്ന് അവർക്കൊരു വിഷയമല്ല, അവർ തിരിച്ചു വരികയും ചെയ്തു. ആഡ് ഓൺ ടൈമിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് ലെഗ്സിലായിരുന്നു, അവർ റിയലി ടയേർഡായിരുന്നു. റയൽ മാഡ്രിഡ് ഹാഡ് ബെറ്റർ ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ച് as well. അത് ഗെയിം ചേഞ്ചർ ആയിരുന്നു. ആഡ് ഓൺ ടൈമിൽ 2 ഗോൾ അടിച്ച് റയൽ മാഡ്രിഡ് ജയിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ലെവൽ ഓഫ് ഗെയിം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഹോം ഗ്രൗണ്ട് ആയതിനാൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് കൂടുതൽ പമ്പപ്പ് ആയിരിക്കും. കൂടാതെ ഒരു റിവെഞ്ചിന് വേണ്ടി അവർ ശ്രമിക്കുമായിരിക്കാം. പക്ഷേ നമുക്കറിയാം, 21 മാച്ചസായിട്ട് ഒരു തോൽവി പോലും ഇല്ലാതെ ഈ സീസണിൽ ഒരേ ഒരു തോൽവി അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കയ്യിൽ നിന്നാണ് ലീഗ് കിട്ടിയത്. അതിനുശേഷം അവർ അന്യായ ഫോമിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 5 മാച്ചസും റയൽ മാഡ്രിഡിൻ്റെ ഫോം ജയിക്കുവാണെങ്കിൽ 5 വിജയമാണ്. അതേസമയത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന് ലാസ്റ്റ് 5 മാച്ചസിൽ ആപ്പാട് 2-2 വിജയം അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. മൊമെൻറ്റം റയൽ മാഡ്രിഡിൻ്റെ ഒപ്പം തന്നെയാണ്. ഈ മാച്ചിൽ എങ്ങനെയും ഒരു റിവെഞ്ച്, അതും ഹോമിൽ സ്വന്തം ഫാൻസിന് മുമ്പിൽ നേടാനായിട്ടായിരിക്കും അത്ലറ്റിക്കോ മാഡ്രിഡ് ശ്രമിക്കുക. പക്ഷേ ഫേവറേറ്റ്സ് ആരാന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി റയൽ മാഡ്രിഡിൽ വലിയ ആബ്സെൻറ്റീസ് ഒന്നും ഇല്ല. ആകെപ്പാടെ ലൂക്കാസ് വാസ്കസ് മാത്രം ഇന്നത്തെ മാച്ച് കളിക്കത്തില്ല. മിലിറ്റാവോ, കോർട്ടോയൊക്കെ, അലബയൊക്കെ ഓൾറെഡി ഔട്ടാണ് ഈ സീസണിലേക്ക്. വാസ്കസ് ഇന്നും കാണത്തില്ല. ചൗമനി ഒരു പ്രിക്വേഷൻ്റെ ഭാഗമായിട്ട് ട്യൂസ്ഡേയിലും കഴിഞ്ഞ ദിവസവും ഒന്നും ട്രെയിനിങ് നടത്തിയിരുന്നില്ല. അഗ്രസീവായിട്ട് ഫുൾ ട്രെയിനിങ് സെഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ പ്രിക്വേഷൻ എന്നാണ് പറഞ്ഞത്, അല്ലാതെ ആൾ മാച്ചിന് അവൈലബിൾ ആയിരിക്കും എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. വേറെ സീരിയസ് ആയ ഇഞ്ചുറീസ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തും വലിയതായിട്ടൊന്നുമില്ല. ഇതാണ് ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഫേവറേറ്റ്സ് റയൽ മാഡ്രിഡ് തന്നെയാണ് മൊമെൻറ്റോ എല്ലാം നോക്കുവാണ്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് എങ്ങനെയും സ്വന്തം കാണികളുടെ മുമ്പിൽ ഒരു നല്ല ഫൈറ്റ് പുട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് അവർക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് സൂപ്പർ കോപ്പയെ കണ്ട പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഈഗറായ ഒരു മാച്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ കാര്യങ്ങളൊന്നും. അങ്ങനെ 2 ഗോൾസ് എന്തായാലും കാണും. ഈ സീസണിലെ സ്റ്റൈൽ ഓഫ് പ്ലേ നോക്കുമ്പോൾ മേ ബി വൺ ഓഫ് അനദർ ഹൈ സ്കോറിംഗ് ഗെയിം ആവാനായിട്ടുള്ള ചാൻസും തള്ളി കളയേണ്ട. അല്ലെങ്കിൽ ഇനി സിമിയോണ് വീണ്ടും കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ പഴയ പ്രിൻസിപ്പിൾസിലോട്ട് പോവോ റയൽ മാഡ്രിഡ് ആയതിനാൽ എന്ന് നമുക്ക് കണ്ടു നോക്കണം. പക്ഷേ സിമിയോണ് ഈ സീസൺ വളരെ ഫിയർലെസ് ആയ ഗെയിമാണ് കളിക്കുന്നത്, അതെടുത്ത് പറയേണ്ടതാണ്. പിന്നെ റയൽ മാഡ്രിഡ് പറയേണ്ടല്ലോ, റയൽ മാഡ്രിഡ് ടീം ഗെയിം ചേഞ്ചേഴ്സിൻ്റെ ബഹളമാണ്. വിനീഷ്യസ് ജൂനിയറൊക്കെ നമ്മൾ കണ്ടാണ് കഴിഞ്ഞ കളി ബാർസയ്ക്കെതിരെ ഹാട്രിക്ക്, റോഡ്രിഗോ നല്ല ഫോമിലെ, ബെല്ലിംഗം ഓഫ് ദ ബെഞ്ച് ഇറങ്ങി, ബ്രഹീം ഡിയാസ്, ക്രൂസ്, മോഡ്രിച്ച്, ഒരുപാട് ഗെയിം ചേഞ്ചേഴ്സാണ് മൊത്തം. ഡെഫിനറ്റ്ലി ഫേവറേറ്റ്സ് റയൽ മാഡ്രിഡ് ആണ് എവേ ആണെങ്കിലും. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ സൂപ്പർ കോപ്പയിൽ നമ്മൾ കണ്ടാണ്, ആ ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സോടെ അവർ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ കളി അത്ലറ്റിക്കോയുടെ കൈ കിട്ടേണ്ടതാണ്. എന്തായാലും ബാർസലോണെ പുട്ട് ഫോർവേഡ് ചെയ്തതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫൈറ്റ് ചെയ്യും. അതിനകത്ത് തന്നെ റയലിന് ബാർസയ്ക്കെതിരെ ജയിച്ച പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല, അത് റയലിനും അറിയാം. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെയോട്ട് മുന്നോട്ട് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാച്ചാകും. മേ ബി ഇതും
എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഹൈ സ്കോറിംഗ് മാച്ച് ആവട്ടെ, ഇൻട്രസ്റ്റിംഗ് ആയ മാച്ച് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അവിടുന്ന് നേരെ നമ്മൾ ബാർസലോണ മാച്ചിലോട്ട് പോവാണ്. സോ യൂണിനെസ്താസ്, സോ തേർഡ് ടയർ ടീമാണ്, തേർഡ് ഡിവിഷനിൽ കളിക്കുന്ന ടീമാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാന്ന് തോന്നുന്നു, 2013 ഈ ക്ലബ്ബ് ഫോം ചെയ്തത്. ഫാൻ ഓൺഡ് ക്ലബ്ബാണ്. കാരണം 4 വർഷം കൊണ്ടാണ് അവർ തേർഡ് ടയറിലോട്ട് പ്രോഗ്രസ് ചെയ്ത് വന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു നീക്കമാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സർപ്രൈസിങ് ആയ ഒരു റണ്ണാണ് അവർ നടത്തുന്നത്, അവർ ടോപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ 4 സീസണും കൊണ്ട് തേർഡ് ഡിവിഷനിൽ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. സോ അവിടുന്ന് നമ്മൾ നേരെ ആ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ എവേ മാച്ചാണ് ബാർസലോണയ്ക്ക്. 5000-തോളമാണ് ആ സ്റ്റേഡിയത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നു. സോ അനദർ ഇൻട്രസ്റ്റിംഗ് മാച്ചായിരിക്കും. നമുക്കറിയാം ബാർസലോണയുടെ റൺ ഓഫ് ഫോമൊക്കെ വളരെ മോശമാണ്. സോ ഞാൻ സാവിയിൽ നിന്നും എന്താണ് ഈ മാച്ചിൽ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ചേഞ്ചസ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മേ ബി യങ്സ്റ്റേഴ്സിന് കൂടുതൽ അവസരം കൊടുത്തെന്ന് പറയാം. മേ ബി അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ആരെയും മേ ബി ക്രിസ്ത്യൻസിനെ ഈ മാച്ചിൽ ട്രൈ ചെയ്യുമോ എന്നറിയത്തില്ല, പക്ഷേ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ മാച്ചിനേക്കാളും ഈഗർലി വെയിറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് ബെറ്റിസ് എവേ സൺഡേ നടക്കുന്ന മാച്ചാണ്. സോ അതിനാണ് ഞാൻ വമ്പൻ ചേഞ്ചുകൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇന്നത്തെ മാച്ചിൽ മേ ബി യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു വിക്ടർ റോക്കിനോ മറ്റുമൊക്കെ ഇന്ന് സ്റ്റാർട്ട് കൊടുത്താൽ ഫോർട്ടിനോ ഒക്കെ സ്റ്റാർട്ട് കൊടുക്കുമെന്ന് കണ്ടു നോക്കണം. പക്ഷേ റൗണ്ട് ഓഫ് 16 ആണ് ബാർസലോണയ്ക്ക് ഈ വർഷം റിയലിസ്റ്റിക്കലി നേടാൻ പറ്റുന്ന ഒരേ ട്രോഫി കോപ്പ ഡെൽ റേ ആണ്. ലീഗയും ചാമ്പ്യൻസ് ലീഗ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനകത്ത് തന്നെ സൂപ്പർ കോപ്പ പോവുകയും ചെയ്തു. സോ സാവി സീരിയസ് ടീമിനെ തന്നെ ഇറക്കിയെന്ന് വരാം. നമുക്കറിയാം ബാർസലോണേനെ ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. ഏതൊരു ഒപ്പോണന്റിനെതിരെ ജയിക്കുമെന്നൊരു വിശ്വാസം ഇപ്പം ബാർസലോണ പെർഫോമൻസ് കാണുമ്പോൾ ഇല്ല. സോ ഈ റൗണ്ട് ഓഫ് 16 എങ്ങനെയും കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യൂണനിസ്റ്റാസിനൊക്കെ എതിരെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന, പ്രൊണൗൺസിയേഷൻ കറക്റ്റാണ് പ്രതീക്ഷിക്കുന്ന ആ ടീമിൻ്റെ. സോ തേർഡ് ഡിവിഷനിൽ കളിക്കുന്ന ടീമാണ്. സോ അങ്ങനെ നമ്മൾ ഈ മാച്ചിനേക്കാളും ഞാൻ സാവിയിൽ നിന്നും എന്താണ് അപ്കമിങ് മാച്ചസ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നമുക്കറിയാം റയൽ ബെറ്റിസ് എവേ ആണ് നെക്സ്റ്റ് മാച്ച്. ആ മാച്ചിൽ അറ്റ് ഓൾ കോസ്റ്റ് വി ഷുഡ് സ്റ്റാർട്ട് ക്രിസ്ത്യൻസൺ ആസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഗുണ്ടകനെയും അതുപോലെ തന്നെ ഡിയോങ്ങിനെ അവരുടെ നാച്ചുറൽ പൊസിഷൻ കളിപ്പിക്കുക. എസ്പെഷ്യലി ഗുണ്ടകനെ ഹയർ ഓഫ് ദ പിച്ച് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ നെക്സ്റ്റ് മാച്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ജൂൾസ് കുണ്ടെ ആസ് റൈറ്റ് ബാക്ക്, ഇനീഗോ മാർട്ടിനസ് തിരിച്ചു വരുമ്പം അദ്ദേഹം സെൻറ്റർ ബാക്ക്, അറൗഹോം സെൻറ്റർ ബാക്ക്, ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്യാൻസലോ, ഡെഫിനറ്റ്ലി ക്യാൻസലോ ഇപ്പോൾ ഇഞ്ചറാണ്, അതിന് തിരിച്ചു വരുമ്പോൾ സിറ്റുവേഷൻ ആണ് പറയുന്നത്. സോ റയൽ ബെറ്റിസിൽ എഗെയിൻസ്റ്റ് ഞാൻ ഫോർട്ടിനെ സ്റ്റാർട്ട് ചെയ്താലും ഒരു ഡൗട്ടും ഇല്ല. ശരിയാണ്, ബാൾഡെ ഫോർട്ട് മേ ബി റിസ്കിയുമായിരിക്കും, ബട്ട് സാവി ഷുഡ് ടേക്ക് ദ റിസ്ക്. ബെറ്റിസ് എവേ നമ്മുടെ റെഗുലർ ടീമുമായിട്ട് പോയാൽ ഓൾമോസ്റ്റ് ഷുവറാണ് ബാർസ തോക്കാനായിട്ടുള്ള എല്ലാ ചാൻസുകളും കാണുന്നത്. ബാർസ മാച്ച് ഈവൻ അവർ ലാസ്റ്റ് റയലിനെതിരെ ഇറങ്ങിയ ആ സെയിം ലൈനപ്പൊക്കെ ആയിട്ട് ഗുണ്ടകനെയും ഫ്രാങ്കി ഡിയോങ്ങിനെയും പിവറ്റിലും ബാൾഡേനെയും കുണ്ടേനെയൊക്കെ റൈറ്റ് ബാക്കിയിട്ട് ആ ഒരു സ്ഥിരം ഫോർമേഷൻ ഇറങ്ങി തോക്കാനായിട്ട് തന്നെയാണ് ചാൻസ് കാണുന്നത്. ബാർസലോണയുടെ ഇപ്പോഴത്തെ ഫോമിൽ ബെറ്റിസ് എവേ എന്ന് ജയിക്കുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അതിനകത്ത് തന്നെ ആ ഒരു പഴയ ലൈനപ്പോയിട്ട് പോവുകയാണെങ്കിൽ ഒരു ചേഞ്ച് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ അറ്റാക്ക് ചെയ്യണം, നമ്മൾ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഡിഫൻസ് ശരിയാണ്, ശോകമാണ്, അതോടൊപ്പം നമ്മുടെ അറ്റാക്കും വളരെ വീക്കാണ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഫിറ്റ് ആകുമ്പോൾ ഉള്ളൊരു ഫോർമേഷൻ പറയാനായിട്ടാണെങ്കിൽ ഐ വാണ്ട് ക്യാൻസലോ ആസ് ലെഫ്റ്റ് ബാക്ക്, കുണ്ടെ റൈറ്റ്, ക്രിസ്ത്യൻസൺ ഇനിഗോ മാർട്ടിനസ് സെൻറ്റർ ബാക്ക് ഡോ, ഇനിഗോ മാർട്ടിനസ് അറോഹോ സെൻറ്റർ ബാക്ക് ഡോ, ക്രിസ്ത്യൻസൺ ആസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻഡ് ഡിയോങ് എലോങ് വിത്ത് ഹിം ആസ് എ പിവറ്റ് പോലെ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കളിക്കാൻ. ആൻഡ് അപ്പ് ഫ്രണ്ട് പെഡ്രി ആൻഡ് ഗുണ്ടവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയേഴ്സ് ആയിട്ട് കളിക്കാൻ പെഡ്രി ആൻഡ് ഗുണ്ടവൻ. ശരിയാണ്, തിരിച്ച് 4-4-2 ഷേപ്പിലോട്ട് പോകേണ്ട വന്നാൽ പോവുക, അതേ ഇപ്പം പറയാനുള്ളൂ. ലാസ്റ്റ് സീസണിൽ വെച്ച് നോക്കുമ്പോൾ മേ ബി നമുക്കതൊരു ബെറ്റർ ആവാം. 4-4-2 ഷേപ്പിലോട്ട് പോവുക. ആൻഡ് ഫ്രണ്ട് ടു വിൽ ബി ലെവൻഡോസ്കി ആൻഡ് റഫീന എന്ന് പറയേണ്ടി വരും. സോ ഫെറാൻ ടോറസ് സ്കൂളിൽ ഓഫ് ദി ബെഞ്ച് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. സോ ഫെലിക്സിൻ്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ഈ ഫെലിക്സിനെ നമ്മൾ റെഗുലർലി സ്റ്റാർട്ട് ചെയ്യണോ അതോ റഫീനെ സ്റ്റാർട്ട് ചെയ്യണോ? എനിക്ക് അനദർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്. ശരിയാണ്, നമുക്ക് ഈ ഒരു സീസണിൽ മേ ബി ഫെലിക്സ് ഗോയിങ് ഫോർവേഡ് ബ്രിങ്സ് മോർ എന്ന് പറയാം. പക്ഷേ നമുക്ക് നെക്സ്റ്റ് സീസൺ റഫീനെ വിൽക്കാനാണ് പ്ലാനെങ്കിൽ നെക്സ്റ്റ് സീസൺ മിക്കവാറും ഫെലിക്സ് നമ്മുടെ പ്ലെയർ ആയിരിക്കത്തില്ല. ഫെലിക്സിനെ ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബ് ഒന്ന് നോത്തും, അല്ലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ബാർസ ചോദിക്കുന്ന എമൗണ്ടിന് 40 മില്യൺ താഴെ വിൽക്കാൻ പോകുന്നില്ല. സോ ഒരു 80% ചാൻസ് നെക്സ്റ്റ് സീസൺ ഫെലിക്സ് നമ്മുടെ ടീമിൽ കാണുന്നില്ല. സോ നമ്മൾ റഫീനെ കൂടുതൽ യൂസ് ചെയ്യണം. ഈ ഒരു ഫോർമേഷൻ വരുമ്പോൾ മേ ബി ഗുണ്ടകൻ അതുപോലെ തന്നെ പെഡ്രിയും ആ ഒരു ഇൻറ്റീരിയേഴ്സ് ആയിട്ട് കളിക്കുമ്പോൾ ആൻഡ് ഫ്രാങ്കി ഡിയോങ്ങിന് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുമ്പോൾ മേ ബി വി മൈറ്റ് സി ദ ബെസ്റ്റ് ഓഫ് ലെവൻഡോസ്കി കാണാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കൂടെ റഫീനയുടെയും വി മൈറ്റ് സി റഫീനാസ് ബെസ്റ്റ്. പിന്നെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ വിഡ്ത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സോ യമാലാണ് ആ ഒരു വിഡ്ത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ബെസ്റ്റ്. കാരണം കുണ്ടെ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം
മേ ബി യമാൽ ഈസ് എ സേഫർ ഓപ്ഷൻ. അദ്ദേഹം ഡിഫൻസീവ് കവർ കൊണ്ടുകളതിനകത്ത് തന്നെ. പക്ഷേ നമ്മൾ യമാലിനെ ഒരിക്കലും ടീമിൽ സ്റ്റാർട്ടർ ആവാനായിട്ടായല്ലോ. സോ അതിനകത്ത് തന്നെ റഫീന റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫിറ്റ് ആവും. ആൾ ഇഞ്ചേർഡാണ്. ഇപ്പം ഫിറ്റ് ആകുമ്പോൾ റെഗുലർ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മേ ബി അഗെയിൻസ്റ്റ് ബെറ്റിസ് വി മൈറ്റ് സി ജോ ഫെലിക്സ് ആൻഡ് ലെവൻഡോസ്കി ഫ്രണ്ട് ടു കാണാനായിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഫോർമാൻ മിഡ്ഫീൽഡ് വിത്ത് ഡിഫൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. സോ നമുക്ക് അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഗോയിങ് ഫോർവേഡ് നമ്മൾ റഫീനെ കൂടുതൽ യൂസ് ചെയ്യണം. ഈവൻ റഫീന ഒന്ന് ഫോമിലായി ഒന്ന് ക്ലിക്കായി ബാർസലോണയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ ഇറ്റ് മൈറ്റ് ബി ഗുഡ്. പിന്നെ നമ്മൾ സെല്ല് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ റഫീനെ നമ്മൾ ഈ ഒരു സീസൺ ഇനിയും അധികം യൂസ് ചെയ്യാതിരുന്നാൽ പുള്ളിനെ സെല്ല് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടാവും. സോ മേ ബി ഒരു 4-4-2 ഷേപ്പിലോട്ട് വന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് ചെറിയൊരു ഇമ്പാക്റ്റ് എടുക്കാനായിട്ട് ബാർസയ്ക്ക് സാധിച്ചാൽ വി മൈറ്റ് ഗെറ്റ് എ ഗുഡ് ഓഫേഴ്സ് ഫ്രം പ്രീമിയർ ലീഗ് ക്ലബ്സ് നെക്സ്റ്റ് സീസൺ. ഡെഫിനറ്റ്ലി കിട്ടും. അതിനകത്ത് തന്നെ റഫീനെ ബാർസലോണ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങണം ഈ ഫിറ്റായി വരുന്ന സമയത്ത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് ഈ ഒരു സീസൺ റിയലിസ്റ്റിക്കലി ലീഗ അടിക്കുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് സീസണിലേക്കുള്ള പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങണം. ടോപ്പ് 4 ഗ്യാരണ്ടീഡ് ആക്കുക. മേ ബി ചാമ്പ്യൻസ് ലീഗിൻ്റെ എങ്ങനെയും ഇപ്പം റൗണ്ട് ഓഫ് 16 കടന്നു റൗണ്ട് ഓഫ് 8 കടക്കാൻ ശ്രമിക്കുക. എങ്ങനെയും ഞാപ്പിളെ തോപ്പിച്ച് അല്ല അതിന് മുകളിലോട്ട് പോവുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പാടായിട്ടാണ് കാണുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി കോപ്പ ഡെൽ റേക്ക് വേണ്ടി പൊരുതുക. സോ അതിനകത്ത് തന്നെ ഈ ഒരു 4-4-2 ഷേപ്പിലോട്ട് തിരിച്ചു വരിക. ഗുണ്ടാനെ ഹയർ ഓഫ് ദ പിച്ച് യൂസ് ചെയ്യുക. ആ ഒരു ഇൻറ്റീരിയറായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് പെഡ്രി ഗുണ്ടാനെ യൂസ് ചെയ്യുക. 4-4-2 ഷേപ്പിലോട്ട് പോവുക. മേ ബി ഹെക്ടർ ഫോർട്ടിനെയും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുക. വിക്ടർ റോക്കിന് കൂടുതൽ മിനിറ്റ്സ് കൊടുക്കാൻ തുടങ്ങുക. ആൻഡ് ലെവൻഡോസ്കിനെ മാക്സിമം അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ റോളിലോട്ട് കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ മൈറ്റ് ബി എ ഗെയിം ചേഞ്ചർ ആവും ഈ ഒരു സീസണിൽ. പിന്നെ റഫീനെ നമ്മുടെ മോസ്റ്റ് സെല്ലബിൾ ആവാൻ സാധ്യതയുള്ളൊരു പ്ലെയറാണ് റഫീൻ. ആൻഡ് ഫെറാൻ ടോറസ് ഓഫ് ദ ബെഞ്ചാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. കൂടാതെ ഫെറാൻ ടോറസ് ഡെഫിനറ്റ്ലി റഫീനയുടെ അത്ര സെല്ലബിളും അല്ല. സോ നമ്മൾ അതും കൂടെ പ്ലാൻ ചെയ്യണം. നെക്സ്റ്റ് സീസണിൽ റഫീനെ നമുക്ക് സെല്ല് ചെയ്യണം. സോ അദ്ദേഹത്തിൻ്റെ പ്രൈസ് കൂട്ടണം. സോ അതിനകത്ത് തന്നെ ഈ സീസൺ നമ്മൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണം. സോ അദ്ദേഹം ഫിറ്റായി വന്നാലും ഐ തിങ്ക് 4-4-2 ഷേപ്പിലോട്ട് മാറുമ്പം ഫെലിക്സിനേക്കാളും പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു റഫീന. മേ ബി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യാൻ സാധിച്ചാലോ. കൂടാതെ നെക്സ്റ്റ് സീസൺ സെല്ല് ചെയ്യാനായിട്ടും ഒരു 70-80 മില്യൺ ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൽ നിന്നൊരു നെക്സ്റ്റ് സീസൺ ഒരു 5-6 ഗോളും കൂടെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ ബാർസലോണയ്ക്ക് സാധിച്ചാൽ. സോ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിസ്ത്യൻസിനെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ നമ്മൾ ഉപയോഗിച്ചേ പറ്റും. സോ ഇന്നത്തെ കോപ്പ ഡെൽ റേ മാച്ചിൽ വി മൈറ്റ് സി യങ്സ്റ്റേഴ്സിന് കൂടുതൽ മിനിറ്റ്സ് കൊടുക്കുന്ന കണ്ടെന്ന് വരാം. ബട്ട് അഗൈൻസ്റ്റ് ബെറ്റിസ് അവേ അതാണ് ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യുന്നത്. സാവി ഷുഡ് മേക്ക് സം ബോൾ മൂവ്സ്. സാവിയുടെ പൊസിഷൻ റിസ്കിലാണ്. അത് സാക്കിൻ്റെ വക്കിലാണ് എന്നൊക്കെ ന്യൂസുകൾ കേൾക്കുന്നു. ഡ്രസ്സിങ് റൂം കയ്യിൽ നിന്ന് പോയെന്ന് കേൾക്കുന്നു. പക്ഷേ തിരിച്ചു പിടിക്കാൻ അവസരമുണ്ട്. ഈ ഒരു സീസൺ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രസ് കാണിക്കുമെന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് സീസൺ സാവി അവിടെ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. പക്ഷേ ഈ സീസൺ സാവി വെച്ച് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യും. സോ സാവി ഷുഡ് മേക്ക് സം ബോൾഡ് മൂവ്സ് ആൻഡ് സീസൺ മാറ്റിമറിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. ഓക്കെ.